എങ്ങോട്ടാണെന്ന് സാർ പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ അതിലൊരു ഡെവലപ്മെന്റ് ഉണ്ട്. പ്രതി ആരാണെന്ന് ആ പെൺകുട്ടി അന്ന് തന്നെ പറഞ്ഞതാ. പക്ഷെ അവളിപ്പോൾ കാലുമാറി. റേപ്പ് നടന്നിട്ടേ ഇല്ലെന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ? ഡോക്ടർ അരുണിന്റെ ചികിത്സയിലായിരുന്നു. കേസ് ഒതുക്കാൻ പ്രതിയുടെ ബന്ധുക്കൾ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്തു. ഡോക്ടർ ഇടപെട്ട ആ പെൺകുട്ടിക്ക് വലിയൊരു നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ അവളുടെ പരാതി കിട്ടാതെ നമുക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്താലോ? അത് വേണ്ട. ജോൺ സാമുവലിന്റെ സണ്ണിൻലോ ഈ ഡോക്ടർ അരുൺ. മാത്രമല്ല ചില കേസുകളിൽ പോലീസിനെ അയാൾ സഹായിച്ചിട്ടുമുണ്ട്. ആ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ. നിങ്ങളൊരു നല്ല ഡോക്ടറല്ലേ? നിയമം കയ്യിലെടുത്ത് തൊട്ടും ശരിയായില്ല. സർ, പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ താല്പര്യം. പക്ഷെ എൻ്റെ താല്പര്യം ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നീതി വാങ്ങിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ പ്രതിയെ ശിക്ഷിക്കുന്നത്. സർ, അത് വേണം, വേണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതുകൊണ്ട് മാത്രം അവർക്ക് നീതി ലഭിക്കൂ? ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമോ? അവക്ക് വേണ്ടത് സാമൂഹ്യ നീതിയാണ്. ഈ സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം, അതാണ് അവക്ക് വേണ്ടത്. അത് കൊടുക്കാൻ നിയമത്തിന് സാധിക്കുമോ? സാറിന് ഓഫ് ദ റെക്കോർഡ്, അതൊരു പാവപ്പെട്ട കുടുംബമാണ്. അവളുടെ 2 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. സാറിനെ പോലത്തെ ഒരു നല്ല ഓഫീസർ അതിൽ നീതി കാണാതിരിക്കരുത്. ആ കുട്ടിയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ? സോറി മാം, ഹർ കണ്ടീഷൻ സ്റ്റിൽ വെരി അൺസ്റ്റേബിൾ. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പ്ലീസ് കം. രോഗിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. മെഡിക്കൽ എത്തിക്സിൽ ഞാൻ വെള്ളം ചേർക്കാറില്ല. അത് ഇദ്ദേഹത്തിനല്ലല്ലോ അറിയാം. പിന്നെ ഞങ്ങൾ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകും? പ്രതിയെ നിങ്ങൾക്ക് അറിയാലോ. 4 സ്റ്റേഷനിലെ 5 കേസുണ്ട് ഇയാൾക്കെതിരെ. എന്തുകൊണ്ട് ആ കേസുകൾ ഉപയോഗിച്ച് ഇയാൾ അറസ്റ്റ് ചെയ്തുകൂടാ? വേണ്ട രീതി ചോദ്യം ചെയ്താൽ അയാളെല്ലാം പറയില്ലേ? പഴയ പോലെ അല്ല ഡോക്ടർ. മനുഷ്യാവകാശ സംഘടനകളൊക്കെ നോക്കിയിരിക്കുക. രോഗിക്കുള്ള പോലുള്ള അവകാശങ്ങൾ കൊല നടത്തിയവന് പോലും ഉണ്ട്. ഒരാളെ കൊലയാളി എന്ന് വിളിക്കണമെങ്കിൽ അയാൾ തന്നെയാണ് കൊല നടത്തിയതെന്ന് തെളിയിക്കാൻ പറ്റണം. അത് സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ കൊലയാളി നമ്മുടെ തൊട്ടു മുമ്പിൽ നിന്നാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നിയമം. ശരിയാണ് സർ. ഏത് കൊല നടത്തിയവനും ഹ്യൂമൻ റൈറ്റ്സിന് അവകാശമുണ്ട്. പക്ഷെ അത് കൊല്ലപ്പെട്ടവന്റെ ഹ്യൂമൻ റൈറ്റ്സിനെക്കാളും വലുതാകാൻ പാടില്ല. എന്ത് മനുഷ്യാവകാശത്തിന്റെ പേരിലായാലും ശരി, അവസാനം കൊല്ലപ്പെട്ടവൻ മണ്ടനും കൊന്നവൻ മിടുക്കനുമാവുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. ആരാ?